നമ്മുടെ വീട്ടിലെ കുറച്ചധികം ജീവികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂച്ച നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന് സന്താനഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വേദത്തിലും അതുള്ളതാണ്. വെറുതെ വീട്ടിലൊക്കെ പൂച്ച കയറി വന്നാൽ പിന്നീട് നമ്മുടെ വീട്ടിൽ തേനീച്ച കൂട് കൂട്ടിയാൽ ഉണ്ടാകുന്ന കഷ്ടതകളാണ് അതിനു മുമ്പായിട്ട്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പായിട്ട് കാണുന്ന ഒരു സൂചനയായിട്ടാണ് തേനീച്ച വീട്ടിൽ കൂട് കൂട്ടിയാൽ കാരണമാകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പാമ്പുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് സൂചനയാണ്. അതായത് ഐശ്വര്യമുണ്ടാകുന്നതിൻ്റെ സൂചന, മഹാദേവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ സൂചന. അടിക്കടി പാമ്പ് എപ്പോഴും വരുന്നത് എന്തെങ്കിലും ദോഷം കൊണ്ടാകും. അപ്പോൾ ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആമ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, വല്ലപ്പോഴും ആമയൊക്കെ നമ്മുടെ വീട്ടിൽ എഴഞ്ഞു വരികയാണെങ്കിൽ അതിനെ ഓടിക്കുകയോ തല്ലിക്കൊല്ലുകയോ ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ പുതിയ വാഹനങ്ങളോ എന്തെങ്കിലും മേടിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് ആമ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ജീവികളും അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള സൂചനകൾ തരാനാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനെ കൊല്ലുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യുഫലം വലുതായിരിക്കും. അതുപോലെ തന്നെ കീരി വരുന്നത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ശത്രുനാശം സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് കീരി വരുന്നത്. കാരണം ശത്രുനാശം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് നമുക്കുള്ളപ്പോഴാണ് കീരി വരുന്നത്. അതുപോലെ തന്നെ കഷ്ടകാല സമയങ്ങളിൽ കീരി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അടുത്തതായിട്ട് വരുന്നൊരു മൃഗമാണ് നായ. നായ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ, വല്ലപ്പോഴും ഒക്കെ കയറി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കറുത്ത നായ നമ്മുടെ വീട്ടിൽ കയറി വന്ന കാലഭൈരവൻ നമ്മുടെ വീട്ടിൽ വരുന്നതിന് സമമാണ്. അത് ഐശ്വര്യമാണ്. അതേസമയം മറ്റുള്ള നായ്ക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ അത് നമ്മുടെ കഷ്ടകാല സമയത്താണ് നായ്ക്കൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ തല്ലിക്കൊല്ലുകയൊന്നും ചെയ്യേണ്ട, ഓടിച്ചു വിട്ടാൽ മതിയാകും. അതുപോലെ തന്നെയാണ് തത്ത നമ്മുടെ വീട്ടിലേക്ക് സാമ്പത്തിക ഉന്നതി നേടുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് തത്ത നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നിന്നിട്ട് പോകുന്നത്. ഇത് ഐശ്വര്യവും സർവ്വസമൃദ്ധിയും ഉണ്ടാകുന്നു തത്തയൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു പക്ഷിയാണ് മൈന. മൈന ഒറ്റയായിട്ട് വരുന്നതായാലും ഇരട്ടയായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നാലും കൊത്തി തിന്ന് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പെറുക്കി തിന്നൊക്കെ അവിടെ നടക്കുന്നതായാലും നമുക്ക് സർവൈശ്വര്യം ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് മൈന തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പക്ഷിയാണ് വവ്വാൽ. വീടിനുള്ളിലോ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പറ്റിച്ചേർന്ന് തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ മരണദുഃഖം പോലെ സമർത്ഥമായിട്ട് എന്തോ ഒരു ദുഃഖം നമ്മളിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വവ്വാലിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ ഒരു സൂചന. അത് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലങ്ങളിലൊക്കെ പോയി അത് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ചിലന്തി നമ്മുടെ വീടുകളിൽ വല കെട്ടുന്നത് നമ്മുടെ വീട് നശിക്കുന്നു, നമ്മുടെ വീട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെയൊക്കെ ഒരു സൂചന തരുന്നതാണ്. ഒരിക്കലും നമ്മുടെ വീട്ടിൽ ചിലന്തി വല കെട്ടാൻ സമ്മതിക്കാതെ നല്ല ക്ലീനാക്കി ഇടുകയാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെയാണ് അണ്ണാന. നമ്മുടെ വീട്ടിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ വേണ്ടിയാണ്, മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അണ്ണാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അണ്ണാൻ വരുന്ന സമയത്ത് അണ്ണാൻ ഇച്ചിരി ചോറ് വെല്ലം കൊടുത്ത് ഇച്ചിരി നേരം നമ്മുടെ വീട്ടിലൊക്കെ നിർത്തുകയും നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ കയറിയാലോ ഒന്നും ഓടിക്കാതെയൊക്കെ നിർത്തിയാലും നമുക്ക് ഉത്തമമാണ്.